ഒരു ഗ്രഹണത്തിന് പോവുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എല്ലാവരും അതിന് പോന്നോളാം. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഭഗവാൻ ഗ്രഹണത്തിന് പോണത്. അപ്പോൾ നാരദ മഹർഷിയോട് പറഞ്ഞു വൃന്ദാവനത്തിൽ പോയിട്ട് അവരെയും കൂടി വിളിക്കണം എന്ന് പറയുകയാണ്. അപ്പം നാരദ മഹർഷി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഭഗവാൻ സമന്തപഞ്ചകത്തിൽ വരുന്നുണ്ട്, ഗ്രഹണത്തിന് വരുന്നുണ്ട്, കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോപികമാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടുന്ന് എവിടെയും വേണ്ട, ഞങ്ങളുടെ കൃഷ്ണൻ ഇവിടെ ഉണ്ട്. അപ്പം പറഞ്ഞു രാമന് കൃഷ്ണന് വരുന്നുണ്ട് അവിടെ നിന്ന്. അത് കേട്ടപ്പോൾ അവർക്ക് തോന്നി അവർ പിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നാൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് അവരും എല്ലാവരും വരികയാണ്. വൃന്ദാവനത്തിലുള്ളവരും ഇവിടെ ഉള്ളവരും എല്ലാവരും കൂടി ആ സമന്ത പഞ്ചക തീർത്ഥക്കരയിലേക്ക് എത്തി. അവിടെ എത്തി എന്നിട്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആ വസുദേവര് ദേവകി ഭീഷ്മ എല്ലാവരും ഉണ്ട്. അപ്പം അവർ കാണിച്ചു കൊടുക്കുകയാണ്. നാരദ മഹർഷി എതിരാണ് യശോദ, അവരെ കണ്ടിട്ടില്ല. ദേവകി വസുദേവരൊന്നും യശോദയും നന്ദഗോപരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ഇതിലായിരുന്നല്ലോ, കാരാഗ്രഹത്തിലായിരുന്നല്ലോ, അപ്പോൾ കാണാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അപ്പോൾ കണ്ടപ്പോൾ വസുദേവർ വേഗം നമസ്കരിക്കുക. യശോദയും നന്ദഗോപരയും ഞങ്ങളുടെ ഉണ്ണി 11 വയസ്സ് വരെ നോക്കി വളർത്തി ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ, അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, ഞങ്ങൾക്ക് അത്ര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംവാദം. അപ്പോൾ കുന്തിദേവിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുന്തിദേവി പറയാണ് ഭഗവാനോട്, ദേവികയോട്, വസുദേവരെ ഏട്ടനാ കുന്തിദേവിയുടെ. അപ്പോൾ പറഞ്ഞു ഞാൻ എത്ര വിഷമങ്ങളിൽ കൂടിയാണ് കടന്നു പോയിരുന്നേ, ദുര്യോധനാദികളുടെ ഉപദ്രവം കൊണ്ട് അന്നൊന്നും ഏട്ടൻ വന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു കുന്തിദേവി. അപ്പോൾ വസുദേവർ പറഞ്ഞു എങ്ങനെയാ വരിക, ഞങ്ങളുടെ കഥ നമുക്കറിയില്ലേ, ഞങ്ങൾ കംസൻ്റെ ജയിലിലായിരുന്നു, അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊന്നും അന്വേഷിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സഹോദരനും സഹോദരിയും കൂടി അവരുടെ ദുഃഖം പങ്കുവച്ചു. അങ്ങനെ എല്ലാവരും പാണ്ഡവന്മാർ, കൗരവന്മാർ, വൃന്ദാവനത്തിലുള്ളവർ എല്ലാവരും ആ തമ്മിൽ സൗഹൃദം പങ്കുവച്ചു. വരെ ഭഗവാനെ കണ്ടപ്പോൾ യശോദമ്മയ്ക്ക് ആ പഴയ കുട്ടിയായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നത്തെ അധ്യായത്തിൽ അപ്പം എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ പാഞ്ചാലി പറയാണ് എല്ലാവരും കൂടി ഇരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കളയാൻ പറ്റില്ലല്ലോ, ഭഗവാന്റെ കഥ വേണം പറയാൻ. വെറുതെ ഇരിക്കുകയാണെങ്കിലും ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പത്നിമാരോട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഭഗവാൻ വിവാഹം ചെയ്തേ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, രുക്മിണി പറഞ്ഞു എന്നെ രാക്ഷസ വിധി പ്രകാരമാണ് കൊന്നത്. സത്യഭാമ പറഞ്ഞു എന്നെ ഇങ്ങനെ ചെമന്തകമണി തേടി വന്നിട്ടാണ് ജാമ്പവതി അങ്ങനെ പറഞ്ഞു. പിന്നെ ലക്ഷ്മണ ഒരു നദിയുടെ തീരത്ത് ഇരിക്കുമ്പോൾ അർജുനൻ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അതുപോലെ മിത്രവിന്ദ 7 വെള്ള കുതിരകളെ കൂട്ടി ആ കുതിരകളെ തളയ്ക്കണ ആളൊക്കെ കൊടുക്കുള്ളൂ പറഞ്ഞിട്ട് ഭഗവാൻ 7 രൂപ എടുത്ത് അങ്ങനെ അത് ചെയ്തിട്ടാണ് എന്നെ വിവാഹം ചെയ്തേ പറഞ്ഞു. പിന്നെ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് നാരദ മഹർഷിയാണ് എന്നെ കൃഷ്ണന് കൊടുത്തത്. അങ്ങനെ ആ പത്നിമാരൊക്കെ അവരുടെ കഥ പറഞ്ഞു. അങ്ങനെ അവിടെ കഴിഞ്ഞു പറയാണ്. പിന്നെ അവിടെ അനവധി മഹർഷിമാരൊക്കെ വന്നു ചേർന്നു. ഇവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനവധി മഹർഷിമാർ വന്നു അവിടെ. അപ്പോൾ എല്ലാവരും കൂടി യജ്ഞം നടത്തി, ഹോമം നടത്തി. അങ്ങനെ അവർ പോവാണ്. ഭഗവാനോട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം തന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട് എന്ന് പറയണം. ആ ഋഷിമാരൊക്കെ ഭഗവാനെ കാണാൻ വന്നു. ആ വസുദേവരുടെ ഒരു യജ്ഞമാണ് അവിടെ നടന്നത്. അങ്ങനെ കഴിഞ്ഞ് തീർത്ഥസ്നാനം കഴിഞ്ഞ് അവരൊക്കെ മടങ്ങിപ്പോയി. അപ്പോൾ വസുദേവര് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ഈ കർമ്മങ്ങൾ ചെയ്ത് കർമ്മബന്ധമൊക്കെ തീരാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പം നാരദ മഹർഷി പറയാണ് ഇതാണിപ്പോൾ ഒരു അത്ഭുതമായി. ഭഗവാൻ സ്വന്തം മകനായി വന്നിട്ടും ഇപ്പോഴും സംശയം തീർന്നില്ല ഞങ്ങൾക്ക് കർമ്മബന്ധം തീരാൻ എന്താ വേണ്ടതെന്ന്. ഇതിൽ വലിയൊരു കർമ്മബന്ധമൊന്നുമില്ല, ഭഗവാൻ തന്നെ മകനായിരിക്കണു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ദേവകി പറയാണ്
നമ്മുടെ പറഞ്ഞു വൃന്ദാവനത്തിലുള്ളവർക്കൊക്കെ മടങ്ങിപ്പോകണമെന്ന് ആലോചിച്ചു അവര്. ഇന്ന് വേണ്ട, നാളെ പോവാം. അങ്ങനെ പറഞ്ഞ് മാസങ്ങൾ കഴിയുന്ന അവർക്ക് ഭഗവാനെ വിട്ട് പോവാൻ തോന്നണില്ല. ഗോപികമാരുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു, ഭഗവാൻ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സാന്ത്വനിപ്പിച്ചു. അത് കഴിഞ്ഞു. അപ്പോൾ ദേവകി പറഞ്ഞു, ഈ യജ്ഞമൊക്കെ കഴിഞ്ഞ് ഈ തത്വത്തെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേവകി പറഞ്ഞു, എനിക്കൊരു മോഹമുണ്ട്, നിങ്ങൾ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്തത് മരിച്ചുപോയ മകനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കൃഷ്ണൻ്റെ മീതെയുള്ള ആ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനും ബലരാമനും കൂടി പോയി സുതലത്തിൽ മഹാബലിയുടെ കൂടെ അവരിയ്ക്കുക. അഷ്ടവസുക്കൾ എന്നാണ് പറയുക. അവരാണ് ഗംഗാദേവിയുടെ പുത്രന്മാരായിട്ട് ശന്തനുവിന് വന്നിട്ട് തിരിച്ചു പോയത്. അവർ പിന്നത്തെ ജന്മത്തിൽ വരികയാണ്. അപ്പോൾ ഇതിന് വന്നു. അപ്പോൾ അവിടെ പോയിട്ട് ബലിയോട് പറഞ്ഞു, എനിക്ക് അവരെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ. എന്നിട്ട് അവരെ മായ ഉപയോഗിച്ച് അവരെ ഇതിലേക്കാക്കി കുട്ടികളായിട്ട് കൊണ്ടുവന്ന് അതേ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ സ്തന്യം കൊടുത്തു എന്ന് പറയുകയാണ്. ഭഗവാൻ കുടിച്ചതിൻ്റെ ബാക്കി അവർക്ക് കൊടുത്ത് അവർ മോക്ഷത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരധ്യായത്തിൽ. പിന്നെ ഒരധ്യായത്തിൽ പറയാണ്, ഒരു സുഭദ്രാകരണം. ഭഗവാന്റെ സഹോദരിയാണ് സുഭദ്ര. അപ്പോൾ സുഭദ്രയ്ക്ക് അർജുനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. പക്ഷേ ബലരാമൻ ദുര്യോധനന് വാക്ക് കൊടുത്തു, സുഭദ്രയെ അമ്മയ്ക്ക് തരാമെന്ന്. അപ്പോൾ എന്താ വേണ്ടത് സംശയമായി. അപ്പോൾ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഒരു സന്യാസിയായിട്ട് അവിടെ വന്നോളാനാണ്. അപ്പോൾ ഒരു സന്യാസിയായിട്ട് ഒരു ആലിൻ്റെ ചുവട്ടിലിരുന്നു. കണ്ടാൽ നല്ല സന്യാസിയാണ്. അപ്പോൾ ബലരാമൻ പോയി കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ, അവിടെ ഒരു സന്യാസി വന്നിരിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും സുഭദ്രയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ, നമുക്ക് ആ സന്യാസി ഒന്ന് കൊടുന്ന് നമുക്ക് സ്വീകരിക്കാം, ഇവിടെ 3 ദിവസം ആതിഥ്യം കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട ഏട്ടാ, വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടിയാണ്, ഈ സന്യാസിമാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ചെയ്യണ്ടാവുന്നു. കൃഷ്ണന് എപ്പോഴും അങ്ങനെ തോന്നുള്ളൂ, നല്ലതൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ ഏട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോൾ രണ്ടുമായി, അവനെൻ്റെ ഇഷ്ടമായി, ഏട്ടൻ്റെ ഇഷ്ടമായി. അപ്പോൾ ബലരാമൻ ആ സന്യാസിയെ വിളിച്ചു കൊടുന്നു, സുഭദ്ര പരിചരണത്തിനും ആക്കി. അപ്പോൾ ഇന്ന് കൊണ്ടു കൊടുക്കുമ്പോൾ സുഭദ്ര ചോദിക്കുകയാണ്, എവിടെയാണ് സന്യാസി, എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ നടക്കണതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാണ്ഡവന്മാരെയൊക്കെ അറിയോ? അപ്പം അറിയാം. അതിൽ അർജുനനെ അറിയോ? അർജുനനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അപ്പം എങ്ങനെ അർജുനനെ അറിയാല, അങ്ങനെ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞു. കൃഷ്ണനൊന്നും അറിയാത്ത പോലെ അവിടെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അർജുനൻ പറഞ്ഞു, ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടേ? അപ്പോൾ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ സുഭദ്ര തേര ഓടിക്കും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആ ഉത്സവത്തിന് സുഭദ്ര തേര ഓടിച്ച് അർജുനെ കൊണ്ടുപോക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ സുഭദ്ര കൊണ്ടുപോയി. ബലരാമൻ വന്നു, എവിടെയാ സന്യാസി ചോദിച്ചു. അത് സുഭദ്ര കൊണ്ടുപോയി. സുഭദ്ര കൊണ്ടുപോയോ? ഞാൻ അന്ന് ഏട്ടനോട് പറഞ്ഞതാ, സുഭദ്ര ഡ്രൈവിങ് പഠിപ്പിക്കുന്നതെന്നാ പറയാം. ഈ സ്ത്രീകളെ ഡ്രൈവിങ് പഠിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് സുഭദ്രയാണ് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാനിപ്പോൾ കൊല്ലുവാണെന്ന് പറഞ്ഞു. അതൊരു കാര്യമുണ്ട്, അവിടെ നിൽക്കൂ. ഇനി അയാളെ കൊന്നാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ അനിയത്തി ഇവിടെ വന്ന് കരഞ്ഞ് ഇതാവണത് ഏട്ടന് കാണണോ എന്താ? അപ്പോൾ ബലരാമൻ ഒന്നും ചെയ്യാൻ പറ്റാതെ കൃഷ്ണൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ തോന്നുകയും ചെയ്തു. അങ്ങനെ സുഭദ്രാഹരണം നല്ല രസമായിട്ട് അങ്ങനെ ഒരു കഥയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഭഗവാൻ 2 ഭക്തന്മാരെ ഒരേ സമയത്ത് അനുഗ്രഹിക്കുന്നു. ബഹുലാസിനും ശ്രുതദേവനും. ഒരാൾ വലിയ ധനാഢ്യനാണ്, മറ്റാൾ പാവം ഒരാളാണ്. അപ്പോൾ 2 കിരിക്കും വിളിച്ചു. അപ്പോൾ 2 കിരിക്ക് 2 തരത്തിൽ പോകാൻ വയ്യല്ലോ. അപ്പോൾ ഒരേ സമയത്ത് ഒരേ രൂപത്തിൽ ഒരേ ആൾക്കാരോട് കൂടി 2 ദിക്കിലും ഒപ്പം ചെന്ന് 2 പേരുടെയും ആതിഥ്യം ഒരേപോലെ സ്വീകരിച്ചു. ഭഗവാൻ അതിൽ മാറ്റമില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യായം അത് കഴിഞ്ഞു. പിന്നീടാണ് ശ്രുതിഗീത. അപ്പോൾ ശ്രുതദേവൻ്റെതൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രുതിഗീത അനവധി ശ്ലോകങ്ങളെ കൊണ്ടാണ് പറയുന്നത്. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഈ